Hello students, +1 Mathematics, chapter wise previous year questions and answers ഡിസ്കസ് ചെയ്യുന്ന ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എന്ന ചാപ്റ്ററിൻ്റെ 5 ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ്. ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ മാർച്ച് 2019 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. സെറ്റ് ഈസ് എ കോംപ്ലക്സ് നമ്പർ വിത്ത് മോഡുലസ് ഓഫ് സെറ്റ് ഈക്വൽ ടു 2 ആൻഡ് ആർഗ്യുമെന്റ് ഓഫ് സെറ്റ് ഈക്വൽ ടു 4π/3. Then express set in a+ib form. Find set conjugate. Verify that set conjugate square equal to 2 set. First, given that modulus of set equal to 2, mod set is denoted by r, hence r equal to 2, and argument of set, that is theta, equal to 4π/3. First question, express set in a+ib form. We know that polar form of a complex number is set equal to r into cos theta plus I sin theta. That is മോഡുലസും ആർഗ്യുമെന്റും തന്നാൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് മോഡുലസ് ആർഗ്യുമെന്റ് ഫോം, ദാറ്റ് മീൻസ് പോളാർ ഫോം ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് r and theta in polar form, we get 2 into cos 4π/3 plus I sin 4π/3. Find cos 4π/3 and sin 4π/3. What is 4π/3? 4 into π/3 means 60 degree. 180/3 ആണ്. 180/3 എന്ന് പറയുമ്പോൾ എത്ര വരിക? 60 ഡിഗ്രി. അപ്പോൾ 4 into 60 ഇറ്റ് ഈസ് 240 ഡിഗ്രി. 240 ഡിഗ്രി ഏത് ക്വാഡ്രന്റിലാണ്? തേർഡ് ക്വാഡ്രന്റിലെ ആംഗിൾ ആണ്. അപ്പോൾ തേർഡ് ക്വാഡ്രന്റിലാണ് 240 ഡിഗ്രി വരിക. അപ്പോൾ കോസ് 4π/3, ദാറ്റ് മീൻസ് നമുക്ക് വേണമെങ്കിൽ എന്ത് എഴുതാം? കോസ് 240 എന്ന് എഴുതാം. 240 ഈക്വൽ ടു 180നോട് 60 ആഡ് ചെയ്യണം. അപ്പോൾ 240 ഈക്വൽ ടു 180 പ്ലസ് 60. കോസ് തേർഡ് ക്വാഡ്രന്റിൽ നെഗറ്റീവ് ആണ്, അതുകൊണ്ട് നെഗറ്റീവ് കോസ് 60. വാട്ട് ഈസ് കോസ് 60? കോസ് 60 1/2, അപ്പോൾ മൈനസ് 1/2 കിട്ടും. മൈനസ് 1/2. നെക്സ്റ്റ് സൈൻ 240. സൈൻ 180 പ്ലസ് 16. സൈനും തേർഡ് ക്വാഡ്രന്റിൽ നെഗറ്റീവ് ആണ്, അതുകൊണ്ട് മൈനസ് സൈൻ 60 ഈസ് മൈനസ് √3/2. അപ്പോൾ മൈനസ് 1/2 മൈനസ് √3/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 2 കോമൺ ആണ്, ഔട്ട് സൈഡ് എടുക്കുക. അപ്പോൾ 2/2 ക്യാൻസൽ ആയിട്ട് പോകും. ബാക്കി എന്താ വരിക? -1 പ്ലസ് I minus √3, that is -1 minus √3 I. It is -1 minus I √3 എന്ന് എഴുതാം. ഹെൻസ് a+ib ഫോമിൽ എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്നത് -1 minus I √3 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് കോൺജുഗേറ്റ് ഓഫ് സെറ്റ്. How can we get the conjugate of a complex number? a+ib യുടെ കോൺജുഗേറ്റ് എന്താണ്? a-ib ആണ്. അപ്പൊ ഇമാജിനറി പാർട്ടിന്റെ സൈൻ മാറ്റിയാലാണ് എന്ത് കിട്ടുക? കോൺജുഗേറ്റ് കിട്ടുക. അപ്പൊ -1 മൈനസ് I √3 ആണ്. അതിന്റെ കോൺജുഗേറ്റ് എന്താകും? -1 പ്ലസ് I √3. -1 plus I √3. Next,
സെറ്റ് കോൺജുഗേറ്റ് ഹോൾ സ്ക്വയർ ഈക്വൽ ടു 2z എന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ സെറ്റ് കോൺജുഗേറ്റ് എന്താണ്? -1 പ്ലസ് i റൂട്ട് 3 ഹോൾ സ്ക്വയർ a പ്ലസ് ബി ഹോൾ സ്ക്വയർ. a പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്താണ്? a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. അപ്പൊ a സ്ക്വയർ എന്ന് പറയുമ്പോൾ -1ന്റെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു -1 ഇൻറ്റു i റൂട്ട് 3 പ്ലസ് i റൂട്ട് 3 ഹോൾ സ്ക്വയർ. അപ്പൊ -1ന്റെ സ്ക്വയറും i റൂട്ട് 3ന്റെ സ്ക്വയറും പിന്നെ 2 ഇൻറ്റു -1 ഇൻറ്റു i റൂട്ട് 3. -1 സ്ക്വയർ ഈക്വൽ ടു +1. 2 ഇൻറ്റു -1 -2 i റൂട്ട് 3. അപ്പൊ i ഫസ്റ്റ് എഴുതിയാൽ i ഇൻറ്റു 2 റൂട്ട് 3 പിന്നെ മൈനസും കൂടി ഉള്ളതുകൊണ്ട് -i 2 റൂട്ട് 3. i സ്ക്വയർ എന്താണ്? മൈനസ് ആണ്. അപ്പോൾ റൂട്ട് 3ന്റെ സ്ക്വയർ 3. 1 - 3 എത്ര കിട്ടുക? -2 - i 2 റൂട്ട് 3. ടേക്ക് 2 ഔട്ട്സൈഡ്. 2 ഇൻറ്റു -1 മൈനസ് i റൂട്ട് 3. -1 - i റൂട്ട് 3 എന്താണ്? z ആണ്. ഹെൻസ് 2z. അത് a പ്ലസ് ബി ഹോൾ സ്ക്വയറിന്റെ ഫോർമുല യൂസ് ചെയ്തിട്ട് എക്സ്പാൻഡ് ചെയ്യുക. ഇവിടെ i സ്ക്വയർ ഒക്കെ -1 വരും. അതുകൊണ്ട് ഇവിടെ -3 1 - 3 -2 ആകും. ഇവിടെ രണ്ടിലും 2 ഉള്ളതുകൊണ്ട് 2 ടേക്ക് ഔട്ട്സൈഡ്. ദെൻ വി ഗെറ്റ് 2z. നെക്സ്റ്റ് ഇംപ്രൂവ്മെന്റ് 2018 ക്വസ്റ്റ്യൻസ്. ഫൈൻഡ് പോളാർ ഫോം ഓഫ് ദ കോംപ്ലക്സ് നമ്പർ 1 + i ഡിവൈഡഡ് ബൈ 1 - i. ഫസ്റ്റ് ഒരു കോംപ്ലക്സ് നമ്പറിന്റെ പോളാർ ഫോം എഴുതണമെങ്കിൽ ഫസ്റ്റ് റൈറ്റ് ദാറ്റ് കോംപ്ലക്സ് നമ്പർ ഇൻ ദ ഫോം a+ib. അപ്പൊ a+ib ഫോമിൽ എഴുതിയ കോംപ്ലക്സ് നമ്പറിന്റെ ആണ് പോളാർ ഫോം കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 1 + i ഡിവൈഡഡ് ബൈ 1 - i നെ a+ib ഫോമിൽ ഫസ്റ്റ് എഴുതണം. അപ്പോൾ 1 + i ഡിവൈഡ് ബൈ 1 - i നമുക്കറിയാം. ഈ രീതിയിൽ വന്നാൽ ഡിനോമിനേറ്ററിന്റെ കോൺജുഗേറ്റ് കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 1 - i ആണ്. കോൺജുഗേറ്റ് ഈസ് 1 + i. അപ്പോൾ 1 + i ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 1 + i ഡിവൈഡ് ബൈ 1 - i ഇൻറ്റു 1 - iയുടെ കോൺജുഗേറ്റ് ആയ 1 + i ഡിവൈഡഡ് ബൈ 1 + i. ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്തു, ഡിനോമിനേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ ഇതേ രീതിയിൽ ഡിവൈഡഡ് ബൈ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ സിംപ്ലിഫൈ ചെയ്യേണ്ടത് ഈ മെത്തേഡിലാണ്. അപ്പൊ 1 + i ഇൻറ്റു 1 + i 1 + i ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 - i ഇൻറ്റു 1 + i. ഹിയർ അഗെയിൻ a+b ഹോൾ സ്ക്വയർ ഈക്വൽ ടു a1 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 1 ഇൻറ്റു i. It is 2i plus i square. It is -1. 1 - 1 cancel ആയി. അപ്പോൾ ന്യൂമറേറ്ററിൽ വരുന്നത് 2i ഡിവൈഡഡ് ബൈ i സ്ക്വയർ ഈസ് -1. അപ്പോൾ 1 - -1 1 - -1 is 2. അപ്പോൾ 2i by 2 equal to i. We get answer as i equal to 0 plus 1i. അപ്പൊ ഇനി ഇതിന്റെ പോളാർ ഫോം എഴുതണം. അതുകൊണ്ട് ഇതിനെ a+ib ഫോമിൽ തന്നെ എക്സ്പ്രസ് ചെയ്യുക. അപ്പൊ 0 plus 1i. അപ്പൊ പോളാർ ഫോം ഓഫ് എ കോംപ്ലക്സ് നമ്പർ ഈസ് r into cos theta plus i sin theta. Then remove this bracket. We get 0 plus 1i equal to r cos theta plus i r sin theta. Comparing real and imaginary part, we get r cos theta equal to 0. 0 plus 1i ആണല്ലോ. അപ്പോൾ r sin theta equal to 1. Next find r. r equal to root a square plus b square equal to root 0 square plus 1 square. Real part imaginary part 0 ഉം 1 ഉം ആണ്. Equal to
root 1. It is 1. R equal to 1. So 1 into cos theta equal to 0. That is cos theta equal to 0 by 1. It is 0 കിട്ടും. 1 into sin theta equal to 1. അപ്പോൾ sin theta equal to 1 കിട്ടും. അപ്പോൾ cos 0 ആകുകയും sin 1 ആകുകയും ചെയ്യുന്ന ആംഗിൾ എത്രയാ? cos 0 ആവുന്നത് എവിടെയാണ്? 90 ഡിഗ്രിയിൽ. അപ്പോൾ തീറ്റ ഈക്വൽ ടു പൈ ബൈ 2. It is 90 degree. Hence, polar form is 1 into cos pi by 2 plus I sin pi by 2. Rന്റെ വാല്യൂയും തീറ്റയുടെ വാല്യൂയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 1 into cos pi by 2 plus I sin pi by 2 ആൻസർ കിട്ടുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Consider the quadratic equation x square plus x plus 1 equal to 0. Solve the quadratic equation. Write the polar form of the roots. If the two roots of the given quadratic are alpha and beta, show that alpha square equal to beta. First, solve this quadratic equation. Quadratic equation solve ചെയ്യേണ്ട ഫോർമുല -b plus or minus root b square minus 4ac divided by 2a. Here a equal to coefficient of x square 1, b equal to coefficient of x 1, c equal to constant 1. Substitute these three values in this formula. -1 plus or minus root 1 square minus 4 into 1 into 1 divided by 2 into 1. 1 minus 4. So -1 plus or minus root 1 minus 4 divided by 2. 1 minus 4 എത്രയാണ്? -3 ആണ്. അപ്പോൾ -1 plus or minus root -3 divided by 2. root -3 എത്രയാ? I root 3. -1 plus or minus I root 3 divided by 2 ആൻസർ കിട്ടും. നെക്സ്റ്റ് ഇതിൻ്റെ പോളാർ ഫോം എഴുതണം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പോളാർ ഫോം എഴുതാൻ പഠിച്ചതാണ്. അപ്പോൾ ഇനി പോളാർ ഫോമും സ്ക്വയർ റൂട്ടും ഒക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അതേ രീതിയിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യേണ്ടതും. അപ്പോൾ ഓരോ ഇയറിലും അത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് തരാം. അപ്പോൾ ഇതിന്റെ പോളാർ ഫോം എഴുതുന്നത് ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഇനി ഓരോ വർഷവും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഹോംവർക്കിൽ തരാം. നെക്സ്റ്റ്, റൂട്ട്സ് ആർ ആൽഫ ആൻഡ് ബീറ്റ. ദാറ്റ് ഈസ് ആൽഫ ഈക്വൽ ടു -1 plus I root 3 by 2, beta equal to -1 minus I root 3 by 2. അപ്പോൾ ആൽഫ ഇവിടുത്തെ പ്ലസ് യൂസ് ചെയ്തിട്ടുള്ള റൂട്ട് എടുക്കുക, മൈനസ് ഉള്ളത് ബീറ്റ എടുക്കുക. അപ്പോൾ ആൽഫ സ്ക്വയർ ഈക്വൽ ടു ബീറ്റ എന്ന് പ്രൂവ് ചെയ്യണം. ആൽഫ സ്ക്വയർ, അപ്പോൾ ദിസ് വൺ ഹോൾ സ്ക്വയർ ഈക്വൽ ടു -1 plus I root 3 whole square divided by 2 square is 4. ഇവിടെ a plus b whole square യൂസ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്യുക. -1 square plus 2 into -1 into I root 3 plus I root 3 whole square divided by 4. -1 ന്റെ സ്ക്വയർ 1, 2 into -1 അപ്പോൾ മൈനസ് I 2 root 3. അപ്പോൾ I മൈനസ് ഉണ്ട്, പിന്നെ 2 root 3. I സ്ക്വയർ എന്താക്കും? മൈനസ് റൂട്ട് 3ന്റെ സ്ക്വയർ 3 ഡിവൈഡഡ് ബൈ 4 ഈക്വൽ ടു 1 minus 3 minus 2 minus I 2 root 3 divided by 4 equal to 2. 4ൽ കട്ടാക്കുക. അപ്പോൾ മൈനസ് 2 by 4 is മൈനസ് 1 by 2 മൈനസ് ഈ 2 4ൽ കട്ടൊക്കെ എന്താ വരിക? 2 വരും. അപ്പോൾ എന്ത് കിട്ടുക? -1 minus I root 3 by 2
This one is beta. So alpha square equal to beta ആണ് കിട്ടും. അപ്പോൾ ഇവിടെയുള്ള ഈ 2 4ൽ 2 ടൈംസ് പോവും. അപ്പോൾ ഇവിടെ 2 എഴുതണ്ട, ഇവിടെ എന്ത് എഴുതിയാൽ മതി, 2 എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് ബീറ്റ കിട്ടും. Hence proved alpha square equal to beta. Improvement 2017. The multiplicative inverse of the complex number 3 plus 4i is dash. ഇപ്പോൾ 2ന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്താണ്, 1/2 ആണ്. അപ്പോൾ ഒരു കോംപ്ലക്സ് നമ്പർ സെഡിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് 1/z ആണ്. അപ്പോൾ 3 plus 4iയുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് 1/3 plus 4i. അപ്പോൾ നമ്മൾ കോംപ്ലക്സ് നമ്പർ ആകണമെങ്കിൽ അതിനെ a+ib ഫോമിൽ എഴുതണം. അപ്പോൾ ഇതിനെ a+ib ഫോമിൽ എഴുതുക. അപ്പോൾ നാം നേരത്തെ പറഞ്ഞതാണ് 3 plus 4i ഡിനോമിനേറ്റർ ആണെങ്കിൽ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും കോൺജുഗേറ്റ് ആയ 3 - 4i കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 1/3 plus 4i into 3 - 4i divided by 3 - 4i. 1 into 3 - 4i is 3 - 4i divided by a plus b into a minus b. a square minus b square. അപ്പോൾ 3 square minus 4i whole square equal to 3 - 4i divided by 3 square is 9 minus I square ന്റെ മൈനസും കൂടെ വരുമ്പോൾ എന്താകും, പ്ലസ് 4 square is 16. 9 plus 16 is 25. അപ്പോൾ ആ 25 റിയൽ പാർട്ടിനും ഇമാജിനറി പാർട്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ 3/25 minus 4i/25. Multiplicative inverse of 3 plus 4i. Express in the polar form z equal to 1 plus i√3. ഇത് ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. സോൾവ് ദ ഇക്വേഷൻ. അപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എല്ലാം സോൾവ് ചെയ്യുന്നത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഹോംവർക്കിൽ തരാം. നെക്സ്റ്റ് മാർച്ച് 2017 i⁻18 equal to dash. അപ്പോൾ പവർ ഓഫ് i. അപ്പോൾ പവർ ഓഫ് i കണ്ടുപിടിക്കാൻ വന്നാൽ ആ പവറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ കണ്ടുപിടിക്കണം. അപ്പോൾ 18 ഈക്വൽ ടു എത്രയാ, 4 into 4 plus 2 ആണ് അല്ലേ. 4 into 4 16. പിന്നെ റിമൈനിങ് എത്ര വരുന്നത്, 2 ആണ്. അപ്പോൾ റിമൈൻഡർ ഈക്വൽ ടു 2. റിമൈൻഡർ 2 ആണെങ്കിൽ ഐയുടെ പവർ എത്ര വരുന്നത്, -1 ആയിരിക്കും. അപ്പോൾ ഐയുടെ പവർ കണ്ടുപിടിക്കണമെങ്കിൽ ആ പവറായ നമ്പറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡറിനനുസരിച്ചിട്ടാണ് ആൻസർ വരിക. അപ്പോൾ റിമൈൻഡർ 0 ആണെങ്കിൽ ആൻസർ 1 ആയിരിക്കും. റിമൈൻഡർ 1 ആണെങ്കിൽ ആൻസർ i ആയിരിക്കും. റിമൈൻഡർ 2 ആണെങ്കിൽ ആൻസർ -1 ആയിരിക്കും. റിമൈൻഡർ 3 ആണെങ്കിൽ ആൻസർ -i ആയിരിക്കും. അപ്പൊ റിമൈൻഡർ കിട്ടുക ഒന്നിക്കൽ 0 അല്ലെങ്കിൽ 1 അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 3. അപ്പൊ അതിനനുസരിച്ച് 1i -1 -i ആയിരിക്കും ആൻസർ വരിക. അപ്പോൾ ഈ ഇയറിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് പോളാർ ഫോം, സ്ക്വയർ റൂട്ട്, പിന്നെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യേണ്ടത് അത് ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട് ഓഫ് ദ കോംപ്ലക്സ് നമ്പർ 3 plus 4i. റൈറ്റ് പോളാർ ഫോം ഓഫ് ദ റൂട്ട്സ് ഓഫ് x² plus x plus 1 equal to 0. എക്സ്പ്രസ് ഇൻ ദ പോളാർ ഫോം z equal to 1 plus i√3. Solve the equation x² plus 3x plus 5 equal to 0. Represent the complex number √3 plus i in polar form. Find the square root of the complex number -8 - 6i. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ റൂട്ട് കണ്ടുപിടിക്കുന്നത്
പിന്നെ പോളാർ ഫോം, സ്ക്വയർ റൂട്ട്, ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണെന്ന്. താങ്ക് യു.